ഹലോ, നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ആ ഫ്രൂട്ടിൻ്റെ പേര് ദുരിയാൻ. അപ്പോൾ ഈ ഫ്രൂട്ട് മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് ഇവിടെയെല്ലാം സുലഭമായിട്ടുള്ളതാണ്. തായ്ലൻഡ് വെച്ചും മലേഷ്യ വെച്ചും ഒക്കെ ഞാനിത് കഴിക്കണമെന്ന് കരുതിയതാണ്. കഴിക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലും സുലഭമായിട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കോട്ടയം ജില്ലയിലെ വിഴിക്കിത്തോടുള്ള ഹോം ഗ്രൗണ്ടിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. അവരുടെ മദർ പ്ലാന്റിൻ്റെ തന്നെ കായ്കളാണ് ഇത് രണ്ടും. അപ്പം നല്ല കായ്കൾ നോക്കി അവരെനിക്ക് എടുത്ത് തന്നതാണ്. ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചക്കയാണ്. ഈ മുള്ളുകൾ നല്ല മൂർച്ചയുള്ള മുള്ളുകളാണ്. നമുക്കിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ ചക്കയാണെങ്കിൽ വേണേ അത് എടുത്തോണ്ട് വരാൻ, ചെറിയ മുള്ളുകളാണ്. പക്ഷെ ഇതിങ്ങനെ കയ്യെ പിടിച്ചോണ്ട് വരാൻ പറ്റത്തില്ല. നല്ല മൂർച്ചയുള്ള മുള്ളുകളാണ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരമാണ്. അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ഒരു രൂക്ഷ ഗന്ധമാണെന്ന് വേണേൽ പറയാം. പക്ഷേ മണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഫ്രൂട്ട് നല്ല നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞാൽ. നല്ല മധുരവുമാണ്. അതുപോലെ തന്നെ പലതരം ഗുണമുള്ള, അതായത് നല്ല പ്രോട്ടീനും വിറ്റാമിൻസൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇതിന് നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് ഇപ്പം ചൈനക്കാരാണ് ഏറ്റവും കൂടുതൽ ഇത് ഇറക്കുമതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് എത്തിയിട്ടില്ല. എന്നാലും ഞാൻ അവിടുന്ന് ഒരു തൈ വാങ്ങിക്കണമെന്ന് കരുതി ഇന്നിപ്പം ഇത് വാങ്ങിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോന്നേത്. ഈ ഒരു ചക്ക ഇത് ഞാൻ അവിടുന്ന് തൂക്കി വാങ്ങിച്ചതാണ്. ഈ ഫ്രൂട്ട് ഇത് നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല വെയിറ്റ് ആണ് ഇതിന്. ഇത് 1,700 ഞാൻ തൂക്കി മേടിച്ചപ്പോഴേ. ഇത് 1,700. അതുപോലെ തന്നെ ഇത് 1.5 ആർക്കെങ്കിലും തോന്നുമോ ഈ ചക്ക 1.5 കിലോയോ 1,700 ഒക്കെയാണെന്ന്? അപ്പം ഇതിനകത്തുള്ള ആ ചുളയ്ക്കും ഇതിൻ്റെ ഈ മടലിനും ഇതിനും എല്ലാം നല്ല വെയിറ്റാണ്. ഈ ചക്കയ്ക്കകത്ത് ഒരു 6 or 7 സീഡ് കാണും. അതാണ് ഈ 1,700 ഈ ചക്ക. ഈ ദുരിയാൻ ഫ്രൂട്ട് 6-7 തരം ഉണ്ടെന്നാണ് കേട്ടത്. പിന്നെ ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് 2 തരമാണ്. ഇതിൻ്റെ പേര് മുസാങ്കി. ഇതിൻ്റെ പേര് മുസാങ്കി എന്നാണ്. അതുപോലെ ഇതിൻ്റെ പേര് ബ്ലാക്ക് ടോൺ. 2 തരമാണ്. നമുക്ക് നോക്കാം. ചിലപ്പം ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കത്തില്ല ഇതിന്. ഏതായാലും രണ്ടിനും നല്ല മധുരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ സമയം കളയണ്ട, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എത്ര ചുളയുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ മുസാങ്കി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് സാധാരണ നമ്മുടെ ചക്കയൊക്കെ കട്ട് ചെയ്യുന്ന പോലല്ല. ഇത് ഒരു പ്രത്യേക തരമാണ്. ഇതിൻ്റെ ഈ കത്തി കൊണ്ട് നമുക്ക് ഈ അടിയിലൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കുക. ഇച്ചിരി ബലമൊക്കെ ഉണ്ട് ഇത് കേട്ടോ. നമ്മൾ ഈ കൈ കൊണ്ട് ഇതൊന്ന് അടർത്തി ഇങ്ങനെ ഞാനൊന്ന് അകത്തിയപ്പം കണ്ടില്ലേ 2 ചുളയേ ഉള്ളൂ. ഇനി നമുക്ക് അകത്തുണ്ടോ എന്ന് നോക്കാം. ഏതായാലും പ്ലേറ്റിലോട്ട് എടുത്തിടാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചക്ക ഇങ്ങനെ തൊടുന്നത്. മലേഷ്യയിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. 2 ചുള വീതം അവർ വെച്ചേക്കുന്ന കാണായിരുന്നു. അപ്പം ഇതിൻ്റെ നാറ്റം കൊണ്ട് പ്ലെയിനിൽ കയറ്റത്തില്ലെന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയില്ല. അപ്പം നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മുള്ള് ഭയങ്കരം തന്നെയാ കേട്ടോ. അയ്യടാ, ഉണ്ട് കണ്ടോ, 2 എണ്ണം കിട്ടിയിട്ടുണ്ടേ. അപ്പൊ 2 എണ്ണം ഈ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തും അപ്പം 2 എണ്ണമെങ്കിലും 2 or 1 ഈ കാണുന്നത് പോലെ ഒന്നും അല്ല ഈ ചുള. ഇത് കൊണ്ടോ എന്നോ വലുതാണ്. 1 ചുളയുണ്ട് ഇതിനകത്ത്. മറ്റേത് 1 ഉള്ളായിരുന്നു. ഈ മുസാങ്കി ദുരിയാനെ ഈച്ചയൊക്കെ വരാൻ തുടങ്ങി. അത്ര സ്വീറ്റാണ് ഇത്. മുസാങ്കി ദുരിയാനെ
ഇത് ഈ 1/700 ഈ ഒരു ഫ്രൂട്ട് മുറിച്ചപ്പം നമുക്ക് 1, 2, 3, 4, 5 സീഡും കിട്ടി. 5 ചുള കിട്ടി. ഇനി അത് ടേസ്റ്റ് ചെയ്യണം. അപ്പം നല്ല മണവും ഉണ്ട്, നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണേ. കൊള്ളാം, നല്ല മധുരം, നല്ല ക്രീമാണിത്, നല്ല സ്വീറ്റും ഉണ്ട്. കൊള്ളാം, ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ നല്ല ക്രീമി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൂട്ട് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഹോം ഗ്രോണിൽ നിന്നാണ്. അവരുടെ അവിടെ തൈയൊക്കെ ഉണ്ട്. ഇനി ഒരു തൈ മേടിക്കണം. 1000 രൂപയാണ് ഒരു തൈക്ക് വില. ആർക്ക് വേണേലും അവിടെ ചെന്ന് തൈ മേടിക്കാം. വിഴിക്കത്തോടുള്ള ഹോം ഗ്രോൺ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.